ഹായ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോട്ട് ആൻഡ് അക്വേറിയമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇൻഡോറിലേക്ക് എന്ന രീതിയിലാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സിമെൻറ്റും എംസാൻഡുമാണ്. അപ്പോൾ 3:1 എന്ന രീതിയിലാണ് നമ്മളിത് എടുത്തത്. അതായത് 3 കപ്പ് എംസാൻഡ് എടുക്കുമ്പോൾ 1 കപ്പ് സിമെൻറ്റ്, അത് നമ്മൾ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നനയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മിക്സ് നമ്മൾ മാറ്റി വെക്കും. ഇനി ബാക്കിയുള്ള മിക്സിൽ നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമെൻറ്റ് നമ്മൾ കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഈ പ്രതലത്തിൽ നമുക്കിത് നിരത്താം. ആദ്യം അടിഭാഗത്ത്, അതായത് അടിഭാഗത്ത് ആദ്യം നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ സിമെൻറ്റ് നിരത്തുന്നത്. ഒരു ചെറിയ കനത്തിൽ സിമെൻറ്റ് നിരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു വേസ്റ്റ് നെറ്റിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് എന്തെങ്കിലും ചെറിയ 2 കമ്പി വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ബേബി മെറ്റൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മണ്ണോ മണലോ എംസാൻഡോ എന്ത് വേണമെങ്കിലും നമുക്ക് നിറച്ചെടുക്കാം. ഇത് നമ്മൾ 3 കിലോ സാധനങ്ങളൊക്കെ കടയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കവറാണ് ഇതിനായിട്ട് എടുത്തത്. ഇനി നമുക്ക് ഈ കവറിന് ചുറ്റും ഇതേപോലെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ കവറിന് ചുറ്റും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മിക്സ്, അതായത് വെള്ളം ചേർക്കാത്ത മിക്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കൈകൊണ്ട് വാരിയതിന് ശേഷം ഇതിന് ചുറ്റും നമ്മൾ ഇതേപോലെ വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. ആ മിക്സ് നമ്മൾ എല്ലാ ഭാഗത്തും തേച്ചെടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ കുമ്മായക്കത്തി കൊണ്ട് ഇത് നന്നായിട്ട് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മിനുക്കിയെടുക്കുന്നു വേണ്ട, ഒരു ഹാർഡ് ലുക്കിൽ നമ്മളിതൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ ഭാഗവും നമ്മൾ തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം, ഈ സൈഡ് ഭാഗം നമുക്ക് ഒന്ന് 1/4 ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് നമ്മൾ മറ്റൊരു കവറിൽ ഇതേപോലെ തന്നെ ബേബി മെറ്റൽ നിറച്ചെടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ കവർ പോലെ തന്നെ അതേ അളവിലുള്ള ഒരു കവറിൽ തന്നെയാണ് നമ്മൾ ഈ ബേബി മെറ്റൽ നിറച്ചെടുത്തത്. അപ്പോൾ അതിന് ചുറ്റും നമുക്കിനി ഇതേപോലെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കവറിന് ചുറ്റും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. പിന്നീട് നമ്മൾ നമ്മുടെ മിക്സ്, അതായത് നനയ്ക്കാത്ത മിക്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കുമ്മായക്കത്തി ഉപയോഗിച്ചിട്ട് അത് എല്ലാ ഭാഗവും നമ്മൾ മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കവറിന് ചുറ്റുമുള്ള സിമെൻറ്റുകളൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്കിതൊരു 10 ഇഞ്ച് ഉയരം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായത് കൂടുതലുള്ള ഉയരം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മുകൾ ഭാഗം മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു സൈഡിൽ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഉയരം വെച്ചതിന് ശേഷം ഒരു 2 ഇഞ്ച് ഉയരം വരുന്ന എന്തെങ്കിലും ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ തേച്ച സിമെൻറ്റ് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ അത് നമ്മൾ കവറുകൾ വെച്ച് തേച്ചെടുത്ത ഒരു ഭാഗത്തെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കി ഈ പണി ചെയ്യാനുള്ളത്. അപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ കുറച്ച് സിമെൻറ്റ് നമ്മൾ ഇതേപോലെ കുഴമ്പ് രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ ഒഴിച്ച സിമെൻറ്റ് നമുക്കൊന്ന് മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച സിമെൻറ്റൊക്കെ നമ്മളൊന്ന് മിനുക്കിയെടുത്തു. ഒരു ഹാർഡ് ലുക്കിലൊക്കെയാണ് നമ്മൾ മിനുക്കിയെടുത്തത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് നമുക്കൊരു മരത്തിൻ്റെ അതായത് തൊലിയോട് കൂടിയ ഭാഗം ഉള്ള ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇതിലെ നമ്മുടെ കവറുകളിലൊക്കെ നമ്മൾ നിറച്ച നമ്മുടെ ബേബി മെറ്റൽ നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇതിൽ വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ ഒരു 2-3 ദിവസം നമുക്ക് വെള്ളം നിറച്ച് വെക്കണം. ആ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ദിവസം ഉണക്കിയതിന് ശേഷമാണ് നമ്മളിത് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് 3 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. ഇനി നമ്മളിത് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങിയാൽ നമുക്ക് പെയിൻ്റ് അടിച്ച് നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ മുഴുവനായിട്ടും ഒരു ടെറാക്കോട്ട കളർ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീക്കിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വുഡ് കളർ ഇതിന് കിട്ടും. അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ നമ്മുടെ അടിച്ച് കഴിഞ്ഞു. നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് ക്ലിയർ ബോട്ടിലോ നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൽ മീനിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു കൂടാരം വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മേൽപ്പുര നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാള കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഈ ബൗളിന് മുകളിൽ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെയുള്ള മേൽക്കൂര നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഇൻഡോർ പോട്ട് ആൻഡ് അക്വേറിയം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.